മച്ചന്മാരെ, ഗുഡ് മോർണിംഗ്. അയ്യോ, ഇപ്പോൾ ഒന്ന് സെറ്റാവണം. പിന്നെ അടുത്ത് പോയി നേരെ ഫുള്ളൊന്ന് നോക്കണം. അത് തന്നെ തളർന്നു. അയ്യോ, പോയൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതൊക്കെ പോയി കമ്പ്യൂട്ടർ സെക്ഷൻ ഫുള്ള് അരിച്ചു പറയുന്നു. പിന്നെ ഒരെണ്ണം മാത്രമേ ഇതുള്ളൂ ചേഞ്ച് ചെയ്യേണ്ടുള്ളൂ. അത് മനയെന്ന് പറഞ്ഞിട്ട് അത് ട്രിപ്പെല്ലാം നമ്മൾ ഇൻലെറ്റ് ക്ലോസ് ആക്കി ഇട്ടു. കുറച്ച് 35 പറഞ്ഞത്. ഇത് കുറച്ച് കഴിയുമ്പോൾ അവർ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറയാം അഡ്ജസ്റ്റ് ചെയ്യും. യെസ്, പരിപാടി. ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓൾഡ് സൈഫാ ന്യൂ സൈഫാ അതും ചെക്ക് ചെയ്യണം. ഒന്നും ചെയ്യേണ്ടി വരും, താനേ കുറഞ്ഞോളൂ. എല്ലാം നാളെ ചെന്നിരിക്കുന്നു. ഇല്ലായിട്ട് 210 215 അടിച്ചു പറഞ്ഞു. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ നല്ല കുറയും. കുറച്ച് കഴിഞ്ഞ് കുറഞ്ഞാൽ താനെ പയ്യെ കുറഞ്ഞു. ഇന്ന് ചെറുതായിട്ട് നോക്കിയിട്ടിരുന്നാൽ മതി. നമ്മളതും ലെവൽ കൂടണമുണ്ട്. മെയിൻ വേറൊരു സ്ഥലത്ത് നിന്ന് എന്താ പ്രഷർ കൂടി കിടക്കും. അങ്ങനെ നോക്കി അതനുസരിച്ച് അഡ്ജസ്റ്റ്. ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, വേറെ പരിപാടിയൊന്നുമില്ല. പുള്ളിക്കാരനെ വന്നു നേരെ കൊണ്ട് ഫോൺ നോക്കി ചാർജ് ചെയ്യണം. യെസ്, വിശക്കണം, എല്ലാം കഴിക്കണം. അവർ ചെക്ക് ചെയ്യാൻ വന്ന ഓസിൻ്റെ പണി തീക്കാൻ വന്നത്. ടീം പോയി വേണ്ട. അയ്യോ, അങ്ങനെ അവരും പോയി. ഇനി ഇവിടെ കുറച്ച് കഴിഞ്ഞ് റൗണ്ട് അടിക്കണം. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നേരത്തെ ജസ്റ്റ് പോയിട്ടൊന്ന് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കണം. ഞാൻ റൗണ്ട് അടിച്ച് കഴിഞ്ഞായിരുന്നു. കാരണം അവർ ചെക്ക് ചെയ്യാൻ ടീം വന്നല്ലോ. അപ്പോഴത്തെ ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ല. വെച്ച് കുഴപ്പമില്ല, സെറ്റാണ്. ഓർഗനൈസേഷനൊക്കെ പോയി നോക്കിയായിരുന്നു. ടീം അത് ചെക്ക് ചെയ്തതായിരുന്നു. വെള്ളത്തിന് മലയാളിയായിരുന്നു. പോയി. ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു, മറന്നു. അവർ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തത്. അതിൻ്റെ കുറച്ച് ഭാഗം എന്തോ ഇതിലുള്ളൂ. അതിനടുത്ത് പോയിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു. സമയം ഞാൻ വിചാരിച്ചത് നിന്നും ലേറ്റായി. സമയം പോയി അറിഞ്ഞില്ല. അടുത്ത് പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് സെറ്റാക്കട്ടെ. സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എടുത്തിട്ട് പോയിട്ട് തുണിയൊക്കെ എല്ലാം എടുത്ത് മാറ്റി പോയി ഫ്രഷ് ആവണം. അത് തന്നെ ലൈറ്റായി പോയി. എൻ്റെ ഇരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. യെസ്, അത് തന്നെ പരിപാടി. പോയി ഫോണും ചാർജ് ചെയ്യണം, ചാർജും ഇല്ല. നേരെ പോയി കമ്പ്യൂട്ടർ ബേസ് ചെക്ക് ചെയ്യണം. അത് തന്നെ. പിന്നെ സൺസെറ്റ് നോക്കണം. സെറ്റായി ഫ്രഷ് ആയിരിക്കുന്നത്. ദിവസങ്ങൾ എങ്ങനെ പോകണമെന്നൊരു പിടിയില്ല കേട്ടോ. ഒരു രക്ഷയില്ല. പറക്കണം തോന്നുന്നു ദിവസമൊക്കെ. പുതിയ സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. വണ്ടി കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നു. പിന്നെ അടുത്ത പരിപാടികൾ എന്തിര് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോണു. സാലറി ഇതുവരെ ഒന്നില്ല. ഇനിയും 2-3 ദിവസം എടുക്കും. പിന്നെ ഇപ്പോൾ പ്രൈസ് കൂടുതൽ കിടക്കണോണ്ട് എങ്ങനെയൊന്നും ഒരു പിടിയില്ല. ഇന്ത്യ റുപ്പി ഡൗൺ എന്തോ ആയല്ലേ. എന്തൊക്കെ ആവുമെന്നും ഒരു പിടിയില്ല. കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. ഇവിടുത്തെ കാര്യം ഒരു പിടിയില്ല. അയ്യോ, ദിവസമൊക്കെ ഓടണം. ഇവിടെ വന്നിട്ട് ഏകദേശം 1 കൊല്ലമായി.
നോർമലി ഫ്രണ്ട്സ് ഇല്ല, വാപ്പാടെ ഒന്നാ രണ്ടാ ഉള്ളത്. അതും മുതുക്കന്മാർ, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നെക്കാളും 3-4 വയസ്സിന് മൂത്തത് 2-3 പേര്. അത് തന്നെ എൻ്റെ കൂടെ പഠിച്ചവരൊന്നും എൻ്റെ കൂടെ ഒരാളെന്തോ ഉണ്ട് അച്ചു എന്ന് പറഞ്ഞിട്ട്, ബാക്കിയൊന്നും ടച്ച് പോലും ഇല്ല എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതുകൊണ്ടാണ് ടച്ചുള്ളത്. പിന്നെ ഗെയിമിൽ കളിക്കുന്ന ഒരു നിക്കോ വിടും, അവനാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് കൊടുത്തിരുന്നത്. എൻ്റെ എൻ്റെ ഒരു ബ്രദർ, അനിയൻ, അങ്ങനെ പറയാം. ഫ്രണ്ട്സ് നേരത്തെ പോയി നോക്കട്ടെ. അങ്ങനെ പോണ് കാര്യങ്ങളൊക്കെ. കാണാൻ വേണ്ടി സൺസെറ്റ് എന്ന് പറയാം, അത്ര ഈ സൈഡൊക്കെ ഒന്ന് അടിപൊളിയായിരിക്കും. മേഘം കണ്ട, അല്ലെങ്കിൽ മേഘം അങ്ങ് പോകണം. മേഘം വരുമ്പോൾ ഷെയ്ഡ് മാറും, അടിപൊളിയായിരിക്കും കാണാൻ. ഇനിയിപ്പോൾ അടുത്ത് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ഒന്ന് നോക്കണം. അത് തന്നെ. ഇനി ഓരോരുത്തർ മാത്രമേ ചേഞ്ച് ചെയ്യാവുള്ളൂ. അലൂബ് എന്ന് പറഞ്ഞിട്ട്, ബാക്കിയൊക്കെ സെറ്റാണ് നമ്മളെ ലെവല്. അത് കൂട്ടിയാലും കുഴപ്പമില്ല. പിന്നെ സൈഫ, അത് അവൻ വന്നിട്ട് ഓപ്പൺ ചെയ്തു. അതാണ് കാര്യങ്ങൾ. ഇനി വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഇനി ഇവിടേക്ക് ഇരുന്ന് ഇതൊക്കെ നോക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. നിങ്ങളെല്ലാം അടിപൊളിയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കുക. ഇപ്പോൾ കുറേ സൂയിസൈഡൊക്കെ കേൾക്കണുണ്ട്, എന്തിനാ ആവശ്യമില്ലാതെ. അപ്പോൾ ശരിയെന്ന് ആരും ആ കടുങ്കതിയൊക്കെ അങ്ങനെയൊക്കെ എന്തുണ്ടല്ലോ, കടുങ്കൈ അതാണ് കടുങ്കൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഓക്കെ ശരിയെന്നാ. എന്താണ് ആർക്കും ശക്തിയൊന്നുമില്ല ഇതൊക്കെ പ്രതിരോധിക്കും. തേച്ചെന്ന് പറഞ്ഞാലും ആ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ചിലതൊക്കെ ചെയ്താൽ ഇതൊക്കെ രക്ഷപ്പെടൽ എക്സ്ക്യൂസൊക്കെ ആയി. നമ്മൾ ജീവിച്ചിരിക്കുക, അതല്ലേ ഏറ്റവും വലിയ തിരിച്ചടി. നമ്മൾ ആരെങ്കിലും എന്തിനു പറഞ്ഞാൽ വാഗുകൊണ്ട് പറയണതല്ല, വാഗുകൊണ്ട് പറയണത് എല്ലാവർക്കും പറ്റുമെന്നാണ്. അത് എന്തിനാ അത്രയ്ക്ക് നൂപന്മാരാ, നമ്മളതേ പറയൂ, നൂപന്മാർ. അപ്പോൾ ശരി എന്നാ ഗൈസ്.